ശാസ്താംകോട്ട സൺഡേ സ്കൂൾ ടീമിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. പണ്ട് കാലത്ത് രാജാക്കന്മാർ കാട്ടിൽ നായാട്ടിന് പോയിരുന്നപ്പോ നായാട്ടിന്റെ ഇടവേളകളിൽ വിനോദത്തിനായി അവരുടെ കൈവശം ഉണ്ടായിരുന്ന അമ്പും വില്ലും മറ്റു പണിയായുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അവരുപയോഗിച്ചിരുന്ന ഒരു കലാരൂപമാണ് പിന്നീട് വില്ലടിച്ചാപ്പാട്ട് എന്നറിയപ്പെട്ടത്. ഇത് പിന്നീട് ഒരു തനത് കലാരൂപമായി തിരുവിതാംകൂറിലും കന്യാകുമാരിയിലും പ്രചാരത്തിൽ വന്നു. ഇന്ന് ഞങ്ങളിവിടെ നമ്മുടെ കഥാപ്രസംഗ കലയുടെ ആദിമരൂപം എന്നറിയപ്പെടുന്ന ഈ വെല്ലടിച്ചാപ്പാട്ടിന് ഒരു നവീന രംഗമാഴ്ച ഒരുക്കാൻ പോവുകയാണ്. നമ്മൾ ഏത് കഥയാണ് ഇവനോട് പറയുന്നത്? ഇത് കണ്ടില്ലേ ഇവിടുത്തെ ആഘോഷമൊക്കെ? ഇതിനാണ് നമ്മളെ കഥ പറയാൻ ആര് കേൾക്കാനാ സഹേ? അതുകൊണ്ട് നമ്മളിവിടെ ക്രിസ്മസ് ആഘോഷം തന്നെ ആവിഷ്കരിക്കുക. അതായത് 100 മുമ്പ് 100 ക്രിസ്മസ് ആഘോഷം. ആശാനെ, 100 മുമ്പോ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ശാസ്താംകോട്ടം പള്ളി പണിത വർഷത്തെ ക്രിസ്മസ് ആഘോഷമോ ഇപ്പോഴത്തെ ക്രിസ്മസ് ആഘോഷമോ? 100 മുമ്പാണോ ആശാനെ ശാസ്താംകോട്ട പള്ളി പണിത്? പിന്നെ 100 മുമ്പ്. അതായത് അവിടെ കൂട്ടക്കൊല നടക്കുന്നു, ഇവിടെ പള്ളിപണി നടക്കുന്നു, അവിടെ കൂട്ടക്കൊല നടക്കുന്നു, ഇവിടെ പള്ളിപണി നടക്കുന്നു. കിട്ടി ആശാനെ, കിട്ടി. 1919 പഞ്ചാബിലെ കൂട്ടക്കളിയാണോ? 1919 എല്ലാവർക്കും അറിയാം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ആ സമയത്ത് ശാസ്താംകോട്ട പള്ളി പണിതത്. അതായത് അവിടെ കൂട്ടക്കൊല, ഇവിടെ പള്ളിപണി, ഇവിടെ പള്ളിപണി, ഒന്ന് പറഞ്ഞ എല്ലാവരും കൂടി. അവിടെ കൂട്ടക്കൊല, ഇവിടെ പള്ളിപണി, അവിടെ കൂട്ടക്കൊല, ഇവിടെ പള്ളിപണി. ഒന്ന് ആലോചിച്ച് നോക്കി. അന്ന് 1919 നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയൊക്കെ പാതിരാ കുർബാനയ്ക്ക് പള്ളിയിൽ പോയത് എങ്ങനെയായിരിക്കും? നീളം നോക്കി നല്ല വളവളാമിനുന്ന യുബൈനൊക്കെ ഇട്ട് ചട്ടയം കൊണ്ടുവന്ന് ധരിച്ച് ചൂട്ടും കത്തിച്ച് പിടിച്ച് പാതിരാ കുർബാനയ്ക്ക് പോകുന്ന ആ ഒരു കാഴ്ച നമുക്ക് അന്നത്തെ ആഘോഷം ഒന്നും കൂടെ ആവിഷ്കരിച്ചാലോ? മക്കളെ, ഒരു പാട്ടിട്ട് കൊടുക്കണേ, നമ്മുടെ പിള്ളേരൊരു ഡാൻസ് കളിക്കട്ടെ. സൗഭഗമോളം തുള്ളുന്ന
ആശാനെ അന്ധകാലത്ത് കേക്ക് മുറിക്കലൊക്കെ ഉണ്ടായിരുന്നു. എന്റെ സഹേ അന്ന് കാലത്ത് നമ്മുടെ നാട്ടുപുറങ്ങളില് ഇങ്ങനെ കേക്ക് മുറിക്കുന്നൊന്നുമില്ല. അന്ന് ഒരപ്പെന്ന് പറഞ്ഞിട്ട് ഒരപ്പ നമ്മുടെ അമ്മാമ്മമാര് വീടുകളില് ഒരപ്പം ഉണ്ടാക്കിയിട്ട് പാതിരാക്കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് ഇത് മുറിച്ചങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാനായിരുന്നു പതിവ്. ഉറപ്പ് ഞാനും കഴിച്ചിട്ടുണ്ട് ആശാനെ. ക്രിസ്മസ് മാത്രമാണോ ഈ ഉറപ്പം? അത് സഹേ നമ്മുടെ ശാസ്താംകോട്ടയില് അങ്ങനെയാ. നമ്മുടെ രൂപതയില് എല്ലാ ഇടവകയിലും പണ്ട് തൊട്ടേ ഈ ഉറപ്പുണ്ട്. ചിലയിടത്ത് അത് ക്രിസ്മസിനും ഈസ്റ്ററിനും പള്ളി പെരുന്നാളിനും ചിലയിടത്ത് ഓശാനയ്ക്കും ഉണ്ടാക്കും. പക്ഷേ ശാസ്താംകോട്ടയില് ക്രിസ്മസിന് മാത്രം. അതുകൊണ്ട് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പാ. അല്ല ആശാനെ, ഇത് കുക്കറി ഷോസിന്റെ റീൽസിന്റെ ഒക്കെ കാലമല്ലേ? ഞങ്ങൾ തൂക്കെ പിള്ളേർക്ക് വേണ്ടി ഒരു റെസിപ്പി അങ്ങ് അവതരിപ്പിക്കാവോ ഒരപ്പത്തിന്റെ? പിന്നെന്താ, നമ്മൾ അല്ലാമ ചേട്ടത്തി ഇവിടില്ലേ? അല്ലാമ ചേട്ടത്തി ഒന്ന് വന്നേ, നമ്മുടെ പിള്ളേർക്ക് ആ ഒരപ്പത്തിന്റെ റെസിപ്പി അങ്ങനെ വെച്ച് കൊടുത്തേ. പിന്നെന്താ മക്കളെ, ആ. ഏടത്തി പറഞ്ഞുതരാലോ. ഓ മാറ്റി മാറി ഒരു പാത്രത്തിൽ അരിപ്പൊടി, ശർക്കരപ്പാനി, കുറച്ച് ഏലക്കപ്പൊടി, ഇത്തിരി ജീരകപ്പൊടി, ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒരു ദോശമാവിന്റെ പരുവത്തിലുള്ള മിശ്രിതമാക്കി മാറ്റിവെക്കണം. എന്നിട്ട് നന്നായി കഴുകി എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ഉരുളി അടുപ്പിൽ വെച്ച് അല്ലാതെ ഈ ഉരുളി എന്നൊക്കെ പറയുമ്പോ ഓട്ടുരുളിയാണോ? എന്റെ മക്കളെ, ഇപ്പോഴത്തെ കാലത്തല്ലേ സ്റ്റീലിന്റെ ഉരുളിയൊക്കെ വന്നിരിക്കുന്നത്. അന്നാമത്തേട്ടത്തിൽ തന്നെ ഈ ഓട്ടുരുളിയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉരുളിയിൽ നല്ല എണ്ണയൊക്കെ തേച്ച് അടുപ്പിൽ വെച്ച് ചൂടാക്കി വെള്ളം ഒട്ടും ചേർക്കാതെ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി കുറുക്കണം. തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോഴേ ഒന്നാം പാലാണോ എന്റെ രണ്ടാം മക്കളെ, പാലാണോ? അമ്മച്ചി പറഞ്ഞില്ലായിരുന്നോ വെള്ളം ഒട്ടും ചേർക്കാതെ കേട്ടിരിക്കും സഹേ. പാല് നന്നായി കുറുകി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി എല്ലാം ചേർത്ത് ഇങ്ങനെ നന്നായി ഇളക്കണം. തീരപ്പൊടി എടുത്തിട്ടാ പറ്റിയേ. ഉണക്കമുന്തിരി ചേർത്ത് നന്നായി ഇളക്കണം. അങ്ങനെ ഇളകി നന്നായി കുറുകി ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് അതിനകത്തേട്ടിട്ട് നന്നായി ഇങ്ങനെ ഇളക്കണം. അങ്ങനെ ഇളകി നന്നായി ഇങ്ങനെ കുറുകി വരുമ്പോൾ അത് നമ്മുടെ അല്ല മക്കളെ, അതിനു മുന്നേ എന്ത് ചെയ്യണം? അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്തിനാണ്? അതിന്റെ ആ മണം വരുമ്പോ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറും. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ച് നന്നായി പരുവായി വരുമ്പോഴ് ഒരു വാഴയില എടുത്ത് അതിന്റെ പുറ ഇങ്ങനെ പരത്തി വാഴയില കൊണ്ട് മൂടണം. എന്നിട്ട് മേൽ മൂടിയെടുത്ത് അതിന്റെ മുകളിൽ വയ്ക്കണം. അതെ മക്കളെ, മേൽച്ചട്ടി തന്നെ. അങ്ങനെ മേൽച്ചട്ടി വെച്ചിട്ട് അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? കനല് കോരിയിടണം. കനലിട്ടിട്ട് താഴെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, ആ തീനാളവും അണച്ച് അതും കനലാക്കി വെക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അപ്പം കരിഞ്ഞു പോകും. അങ്ങനെ ഇരുന്ന് 1 മണിക്കൂറിന് ശേഷം ഈ കനലെല്ലാം മാറ്റി വെക്കണം. പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്ന് അപ്പമൊക്കെ മുറിച്ച് പങ്കുവെച്ച് എല്ലാവർക്കുമായിട്ട് കൊടുക്കും. അതായിരുന്നു ചേട്ടത്തിയുടെ കാലത്തെ ക്രിസ്മസ്. നിങ്ങൾക്കിപ്പോ അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഒക്കെ മനസ്സിലായില്ലേ? എന്നാ അനാമ ചേട്ടത്തി പോയിട്ട് വരട്ടെ മക്കളെ. ഈ വർഷത്തെ ക്രിസ്മസിന് ഞാൻ ഒരപ്പം ഉണ്ടാക്കുന്നില്ല. എല്ലാവരും അന്ന് കാലത്ത് നക്ഷത്രമൊക്കെ എങ്ങനെയായിരുന്നു സഹേ? നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ നക്ഷത്ര വിളക്കുകൾ നമ്മളെ ഈറപ്പൊളി ഉണ്ടല്ലോ, ഈറപ്പൊളി ഇങ്ങനെ കെട്ടിയിട്ട് വണ്ണക്കടലാസൊക്കെ ഒട്ടിച്ചാണ് അന്ന് നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ആശാനെ, അന്ന് ബൾബിന് പകരം മണ്ണെണ്ണ വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ നക്ഷത്രങ്ങളൊക്കെ ഇപ്പൊ ആർക്കറിയാം സഹേ? ആശാനെ, എങ്കിൽ പിന്നെ അന്നത്തെ കാലത്ത് ഒരു കരോൾഗാനം നമുക്ക് അങ്ങോട്ട് പാടിയാലോ? പിന്നെന്താ, നമുക്ക് പാടി ഒരു കരോധാനം പോരാ. നമ്മൾ മാത്രമല്ല, അവരും പാടും. എല്ലാരും കൂടി പാടിക്കോളെ.
ക്രിസ്മസ് ആഘോഷങ്ങളും മാറി. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തെ ക്രിസ്മസ് ആഘോഷം പറയാമോ? പിന്നെ അത് പറയാതെ പോകാൻ പറ്റുമോ? 80കളിലെ 90കളിലുമൊക്കെ ക്രിസ്മസ് അത് ഗ്രീറ്റിംഗ്സ് കാർഡുകളുടെ കാലമാ. ഗ്രീറ്റിംഗ് കാർഡുകളിലൂടെയാ നമ്മള് ക്രിസ്മസ് സന്ദേശം അയച്ചിരുന്നത്. ഇന്ന് ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് പോകാണ്ടിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് അതറിയോ? അന്നത്തെ ക്രിസ്മസ് കരോൾ ഗാനങ്ങളോ അത് മെലോഡിയസ് ഗാനങ്ങള് ഈ പഴം നമ്മുടെ നാടിനുമ്പത്തിങ്ങനെ കളിക്കുക. നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ? പാട്ടൊന്നിട്ട് കൊടുക്കുന്നു. ക്രിസ്മസ് ക്രിസ്ത്യാനികളുടെ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്മസ് എല്ലാവരുടെയും കൂടിയാ. ക്രിസ്മസ് ഇന്ന് ജാതിമത ഭേദമന്യേ എല്ലാവരും ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ആശാനെ. ആശാനെ, ക്രിസ്മസ് ഇന്നും മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമായി മാറിയിരിക്കുന്നു. അതെ ആശാനെ, നമുക്ക് ഇന്ന് ഏത് വീട്ടിൽ നോക്കിയാലും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഇഷ്ടംപോലെ തരം സ്റ്റാറുകളൊക്കെ കണ്ടൂടെ? അതെ അതെ അതെ, ഓണച്ചന്തകൾ പോലല്ലേ ഇപ്പൊ ക്രിസ്മസ് പിടിപിടിയിൽ നാടെങ്ങും. അത് മാത്രോ ഇപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്നത് പണ്ട് കാലത്തെ പോലെ പള്ളിയിലും ക്രിസ്ത്യാനികളുടെ വീടുകളിൽ മാത്രമാണ്. പിന്നെ എവിടൊക്കെയാ? എന്തിനേറെ പറയുന്നു, കള്ളശാപി വരെ ക്രിസ്മസ് ആഘോഷമാ. എവിടെ തിരിഞ്ഞാലും ആഘോഷങ്ങളുടെ മേളവാ. തിരുപ്പുറം എങ്ങനെ ആഘോഷിക്കുക? പിന്നെ പണ്ടത്തെ കരോളിനൊക്കെ ഇപ്പൊ ഇച്ചിരി പൊലിമ പറഞ്ഞിട്ട് ഇപ്പൊ ഫ്ലാഷ് മോബുകളുടെ കാല. എവിടെ തിരിഞ്ഞാലും നാടുകളില് ജംഗ്ഷനുകളില് എവിടെ ചെന്നാലും ഫ്ലാഷ് മോബ എന്തിനേറെ പറയുന്നു. ഏത് പള്ളിയിൽ ഇപ്പൊ പാതിര കുർബാന കഴിഞ്ഞാലും ഫ്ലാഷ് മോബ് തന്നെയാ. എന്നാ പിന്നെ ആശാനെ, നമ്മളെ ഈ വില്ലടിച്ചാൻ പാട്ടും നമുക്കൊരു ഫ്ലാഷ് മോബ് വെച്ചങ്ങ് അവസാനിപ്പിച്ചാലാ? പിന്നെന്താ, ലോകത്തിന്റെ സകല പാപങ്ങളും വേദനകളും ക്ഷമയോടെ സഹിച്ച രക്ഷകനായ മിശിഹായുടെ ഈ ജന്മസ്ഥലത്തിൽ നമുക്ക് നമ്മുടെ അയൽക്കാരെയും അവസരെയും അങ്ങനെ നമ്മളെ തന്നെയും സ്നേഹിക്കാം. ഞങ്ങളും നിങ്ങളുമില്ലാതായി നമ്മൾ ഒന്നായി തീരുന്ന ഈ ആഘോഷ ദിനത്തിൽ നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് അടിച്ചു പൊളിച്ച ഈ ഫ്ലാഷ് മോബിൽ പങ്കുചേരാം. മോളെ, ഫ്ലാഷ് മോബിൽ മറ്റൊരു പാട്ടങ്ങോട്ട് കീച്ചു കൊടുക്കണേ. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ. മണ്ണിന്റെ നായകനുണ്ണി പിറന്നേ.
Pag